Hi dear students, let's talk history. So നമ്മൾ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിന്റെ എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് റോസ് ലക്സംബർഗ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ താരിഫ്, ഫ്രീ ട്രേഡ് ആൻഡ് ഇമ്പീരിയലിസത്തെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം, അവരുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളിത് കാണാതെ പഠിക്കരുത്, കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നമ്മുടെ അഭിപ്രായത്തിൽ എഴുതി വെക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കുന്നത്. റോസ് ലക്സംബർഗിനെ കുറിച്ച് പറയുമ്പം അവരെന്താണ്, ഒരു റൈറ്ററും തിയറിസ്റ്റുമായിരുന്നു. ദെൻ അവരുടെ രണ്ട് വർക്കുകളുടെ പേരുണ്ട്, ദ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ ക്രൈസിസ് ഓഫ് സോഷ്യൽ ഡെമോക്രസി. രണ്ട് വർക്കുകളാണ്. ഈ വർക്കുകളുടെ പേര് വല്ലതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ദ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ ക്രൈസിസ് ഓഫ് സോഷ്യൽ ഡെമോക്രസി, ഇത് രണ്ടും റോസ് ലക്സംബർഗിന്റെ വർക്കുകളുടെ പേരാണ്. She was a strong advocate for socialist revolution and was a critical of reformism and nationalism. എന്താണ്, സോഷ്യലിസ്റ്റ് റെവല്യൂഷന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് റോസ് ലക്സംബർഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റീഫോമിസത്തിനും നാഷണലിസത്തിനും ഒക്കെ അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഹെർ ലെഗസി ഹാസ് ബീൻ debated among scholars and theorists, but she remains a celebrated figure in the socialist movement. സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് റോസ് ലക്സംബർഗിനെ കാണുന്നു. ഓക്കെ, ഇനി റോസ് ലക്സംബർഗിന് എന്തൊന്നും അല്ല നമുക്കറിയേണ്ടത്. എന്താണ് ലക്സംബർഗിന്റെ കാഴ്ചപ്പാടിൽ ഇമ്പീരിയലിസം എന്താണ്, ഫ്രീ ട്രേഡ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് താരിഫ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇമ്പീരിയലിസം ആസ് എ നെസസറി സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം, എന്താണ്, മുതലാളിത്തത്തിന്റെ ഒരു അനിവാര്യ ഘടകം എന്ന നിലയിൽ സാമ്രാജ്യത്തെ കാണുന്നു. ലക്സംബർഗ് ആർഗ്യൂഡ് ദാറ്റ് ക്യാപിറ്റലിസം ഇൻ ഇറ്റ്സ് ഡ്രൈവ് ഫോർ അക്യുമുലേഷൻ inevitably expands into non-capitalist areas, transforming them into capitalist markets and forcing them into a global capitalist system. എന്താണ്, ഈ സാമ്രാജ്യത്വ എങ്ങനെയാണ് മുതലാളിത്തത്തിനൊരു അനിവാര്യ ഘടകമാവുന്നത്. മലയാളത്തിലുള്ള വേർഡുകൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ വലിയ ഇംഗ്ലീഷുകാരിയാണെന്നല്ല കേട്ടോ പറയുന്നത്. ലക്സംബർഗ് എന്താണ് ക്യാപിറ്റലിസത്തെ കുറിച്ച് പറയുന്നത്? ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതിൻ്റെ കളക്ഷൻ്റെ, അക്യുമുലേഷൻ്റെ ഒരു പ്രേരണയിൽ അനിവാര്യമായതും മുതലാളിത്ത ഇതര മേഖലകളിലേക്ക് വികസിക്കുകയും അവയെ മുതലാളിത്ത വിപണികളാക്കി മാറ്റുകയും ആഗോള മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് നിർബന്ധിതരാക്കുകയും ചെയ്യുന്നുവെന്നാണ് ലക്സംബർഗ് പറയുന്നത്. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായി കാണില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്യാപിറ്റലിസം ഈ ഇമ്പീരിയലിസത്തിലൂടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിലൂടെ എന്താണ്, അവരുടെ നോൺ ക്യാപിറ്റലിസ്റ്റ് ഏരിയകളെ എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നു, അത് കൂട്ടിയെടുക്കുന്നു, അത് ക്യാപിറ്റലിസ്റ്റ് ഏരിയയാക്കി മാറ്റുകയും അതിനെ ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റുകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും അതിനെ ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലേക്ക്, ആഗോള മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് റോസ് ലക്സംബർഗ് പറയുന്നത്. അങ്ങനെയാണ് ക്യാപിറ്റലിസത്തിന് നമ്മുടെ ഇമ്പീരിയലിസം സഹായിക്കുന്നത് എന്ന് പറയുന്നു. ദെൻ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്താണ് ഫ്രീ ട്രേഡ് ആൻഡ് ഇമ്പീരിയലിസം. എന്താണ്, സ്വതന്ത്ര വ്യാപാരവും സാമ്രാജ്യത്വവും. എന്താണെന്ന്, സ്വതന്ത്ര വ്യാപാരത്തിൽ വ്യക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിലും മുതലാളിത്ത ശേഖരണത്തിന് ആവശ്യമായ വിപണികളും വിഭവങ്ങളും പിന്തുടരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വതന്ത്ര വ്യാപാരത്തെ തുരങ്കം വയ്ക്കുന്നത് അർത്ഥമാക്കുന്നത് സാമ്രാജ്യത്വ ശക്തികൾക്ക് നേട്ടമുണ്ടാക്കുന്ന വ്യാപാര നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് ലക്സംബർഗിന്റെ വിശകലനം സൂചിപ്പിക്കുന്നു. തല പെരുക്കുന്നുണ്ടാവും, ഒന്നുമില്ല. വൈൽ നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഫ്രീ ട്രേഡ്, ഇവര് മെയിനായിട്ട് ഫ്രീ ട്രേഡിനെ ഫോക്കസ് ചെയ്തിട്ടില്ല എങ്കിലും ലക്സംബർഗ്സ് അനാലിസിസ് സജസ്റ്റ് ദാറ്റ് the pursuit of markets and resources necessary for capitalist accumulation would lead to the imposition of trade policies that benefit the imperial powers. എന്താണ്, ഇവര് ഫ്രീ ട്രേഡ് പോളിസീനെ മെയിനായിട്ട് എക്സ്പ്ലിസിറ്റ് ചെയ്തില്ലായിരുന്നു എങ്കിലും, വലിയ ശ്രദ്ധയൊന്നും കേന്ദ്രീകരിച്ചിട്ടില്ല എങ്കിലും എന്താണ്, ഇവർക്ക് എന്താണ് മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് അവർ നടന്നിരുന്നു. മാർക്കറ്റുകളെ
കണ്ടെത്തുവാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ കളക്ട് ചെയ്യുവാൻ നെസസറി ആയിട്ടുള്ള റിസോഴ്സുകൾ കളക്ട് ചെയ്യുവാനും ക്യാപിറ്റലിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് എന്താണ് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ട്രേഡ് പോളിസികളൊക്കെ ഇവർക്ക് ബെനിഫിഷ്യറി ആയിട്ട് അല്ലെങ്കിൽ ഇമ്പീരിയൽ പവേഴ്സിന് ബെനിഫിഷ്യറി ആയിട്ടുള്ള ട്രേഡ് പോളിസികളൊക്കെ കൊണ്ടുവരേണ്ടി വരുന്നു. ഈവൻ ഇഫ് ഇറ്റ് മീൻസ് അണ്ടർമൈനിങ് ഫ്രീ ട്രേഡ് ഇൻ ദ ലോങ് റൺ. ഇത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ എന്താണ് അതൊരു വ്യാപാര നയങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾക്ക് നേട്ടമുണ്ടാക്കുന്ന നയങ്ങളായിരുന്നുവെങ്കിലും ഇതെന്താണ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് താരിഫ്സ് ആൻഡ് ഇമ്പീരിയലിസം. താരിഫ്സ് ആൻഡ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസം താരിഫും തമ്മിൽ എന്താ പറയുന്നത്? ലക്സംബർഗ്സ് അനാലിസിസ് സജസ്റ്റ് ദാറ്റ് താരിഫ്സ് ആസ് എ ടൂൾ ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. താരിഫ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, ആഭ്യന്തര ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഓരോ രാജ്യങ്ങളുടെയും അവരുടെ ആഭ്യന്തര വ്യവസായങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിരുന്നു താരിഫ് എന്ന് പറയുന്നത്. വുഡ് ബി യൂസ്ഡ് ബൈ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് ടു ഫർദർ ദെയർ എക്കണോമിക് ഇൻട്രസ്റ്റ്സ് ഇൻ ദ നോൺ ക്യാപിറ്റലിസ്റ്റ് വേൾഡ് റാദർ ദാൻ പ്രൊമോട്ടിംഗ് ഫ്രീ ട്രേഡ്. എന്താണ് അവർ, അതായത് ഈ ഇമ്പീരിയലിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ്സിന് വേണ്ടിയിട്ട് നോൺ ക്യാപിറ്റലിസ്റ്റ് വേണ്ടിയിട്ട് അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ്സിന് വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന താരിഫ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരുന്നത്. റാദർ ദാൻ പ്രൊമോട്ടിംഗ് ഫ്രീ ട്രേഡ്. ഈ ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ ഈ താരിഫ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേഷൻ ആൻഡ് ഇമ്പീരിയലിസം. ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേഷൻ ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മുതലാളിത്ത സഞ്ചയവും സാമ്രാജ്യത്വം എന്ന് പറയും. ഈ ഇമ്പീരിയലിസത്തെ അവരെങ്ങനെയാണ് അക്യുമുലേറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ലക്സംബർഗ് ആർഗ്യൂഡ് ദാറ്റ് the accumulation of capital within capitalist economies leads to a surplus of commodities for which there is no sufficient demand. എന്താണ് പറയുന്നത്? The accumulation of capital within capitalist economies. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾക്കുള്ളിൽ എന്താണ് ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത്? എന്താണ്? സർപ്ലസ് കമ്മോഡിറ്റീസിലേക്ക് വഴിതിരിച്ചു. വിച്ച് ദർ ഈസ് നോ സഫീഷ്യൻറ്റ് ഡിമാൻഡ്. എവിടെ? അവിടെ പ്രത്യേക അതിന് വലിയ ആവശ്യത്തിന് ഡിമാൻഡ് ഒന്നും ഇല്ലായിരുന്നു. ആവശ്യത്തിന് ഡിമാൻഡ് ഇല്ലാതിരുന്നത് കൊണ്ട് എന്താണ് പറയുന്നത്? മൂലധനം അടിഞ്ഞുകൂടുന്നത്, അതായത് ക്യാപിറ്റൽ അടിഞ്ഞുകൂടുന്നത് ആവശ്യത്തിന് ഡിമാൻഡ് ഇല്ലാത്ത ചരക്കുകളുടെ മിച്ചത്തിലേക്ക് നയിക്കുന്നു. അതായത് ആവശ്യത്തിന് ഡിമാൻഡ് ഇല്ലാത്ത കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ അതിൻ്റെ സർപ്ലസിലേക്ക് ഇത് നയിക്കുമെന്നാണ് പറയുന്നത്. ദസ് ഫോഴ്സിങ് ദീസ് എക്കണോമീസ് ടു സീക്ക് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് റിസോഴ്സസ് വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു ഇമ്പീരിയലിസം. എന്താണ്? അതുകൊണ്ട് തന്നെ എന്താണ് എക്കണോമീസിനെ എന്ത് ഫോഴ്സ് ചെയ്തു? പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുവാനും അതിന് പുതിയ റിസോഴ്സുകൾ കണ്ടെത്തുവാനും വേണ്ടി അവർ ഫോഴ്സ് ചെയ്യുകയും ഇത് ഇമ്പീരിയലിസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്തതാണ് the role of non-capitalist societies. non-capitalist societiesന്റെ പങ്ക് എന്താണ്? മുതലാളിത്ത ഇതര സമൂഹങ്ങളുടെ പങ്ക്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന മലയാളം വേർഡ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ലക്സംബർഗ് believed that non-capitalist societies are crucial for the continued existence of capitalism as they provide the resources and the markets necessary for the accumulation of capital. എന്താണ് ലക്സംബർഗിന്റെ അഭിപ്രായത്തിൽ ഈ നോൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന മുതലാളിത്ത ഇതര സമൂഹങ്ങളുണ്ടല്ലോ ഇവരെന്ന് പറയുന്നത് ക്രൂഷ്യലായിരുന്നു. അവർ എന്താണ് അനിവാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിസം നിലനിൽക്കുന്നതിന് ഈ പറയുന്ന മുതലാളിത്തത്തിന് നോൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് അനിവാര്യമായിരുന്നു. ഇവരാണ് എന്താ റിസോഴ്സസ്, ഈ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ട അവരുടെ മാർക്കറ്റുകളും റിസോഴ്സുകളും അവർക്ക് ആവശ്യമുള്ള മാർക്കറ്റുകളും റിസോഴ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നോൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ക്യാപിറ്റലിസം നിലനിൽക്കുന്നതിന് നോൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് അനിവാര്യ ഘടകമായിരുന്നു, അവിഭാജ്യ ഘടകമായിരുന്നു എന്നൊക്കെ പറയും.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക് ഓഫ് എക്സിസ്റ്റിംഗ് തിയറീസ് ഓഫ് ഇമ്പീരിയലിസം. ലക്സംബർഗ് എന്താണ് ഈ നിലവിലുള്ള സിദ്ധാന്തങ്ങളെയൊക്കെ, ഈ ഇമ്പീരിയലിസ്റ്റ് സിദ്ധാന്തങ്ങളെ, ഈ സാമ്രാജ്യത്വ സിദ്ധാന്തങ്ങളെയൊക്കെ എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. എങ്ങനെയാണ്? ചലഞ്ച് ദ കൺവെൻഷണൽ വിസ്ഡം ഓഫ് ഹെയർ ടൈം വിച്ച് ഓഫൺ വ്യൂഡ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം ആസ് മിയർ extensions of nationalistic or political ambitions rather than as a necessary consequence of the internal dynamics of capitalism. എന്താണ് പറയുന്നത്? ഈ ഇന്റേണൽ ഡൈനാമിക്സ്, എന്തിൻ്റെ? ക്യാപിറ്റലിസത്തിന്റെ ഇന്റേണൽ ഡൈനാമിക്സ് ഒക്കെ എന്താണ്? ഈ ക്യാപിറ്റലിസത്തിന്റെ ഇന്റേണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ നെസസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു അനന്തരഫലമായിട്ട്, അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് കൊളോണിയലിസത്തെയും സാമ്രാജ്യത്വത്തെയും ദേശീയമോ രാഷ്ട്രീയമോ ആയ അഭിലാഷങ്ങളുടെ വിപുലീകരണമായി വീക്ഷിച്ചിരുന്ന അവരുടെ കാലത്തെ പരമ്പരാഗത ജ്ഞാനത്തെ ലക്സംബർഗിന്റെ വിശകലനം വെല്ലുവിളിച്ചു. അതായത് ലക്സംബർഗിന്റെ ഇമ്പീരിയലിസത്തെ കുറിച്ചുള്ള ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ എന്താണ്, ആ ഒരു കാലഘട്ടത്തിലെ ക്യാപിറ്റലിസത്തെയും അതിൻ്റെ ഇന്റേണൽ ഡൈനാമിക്സ് എന്ന കോൺസിക്വൻസസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നെസസറിക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ആംബിഷൻസും നാഷണലിസ്റ്റിക് ആംബിഷൻസും ഒക്കെ നിലനിന്നിരുന്നു. അപ്പം ഈ പറയുന്ന ലക്സംബർഗിന്റെ ഇമ്പീരിയലിസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഈ പറയുന്ന തിയറികളെയൊക്കെ, അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തെ കുറിച്ചുള്ള മറ്റു തിയറികളെ വെല്ലുവിളിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ലക്സംബർഗിന്റെ അഭിപ്രായത്തിൽ ഇമ്പീരിയലിസം, താരിഫ്, ട്രേഡ് എന്നുള്ളവ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.